ആലപ്പുഴ ഡിവൈഎസ്പി വിരമിക്കുന്നതിന് 4 ദിവസം മുൻപ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയി ഒടുവിൽ ശുചിമുറിയിൽ കയറി ഒളിക്കുകയും തുടർന്ന് പോലീസുകാർ കൈയോടെ പിടികൂടി തൊപ്പിതെറിച്ച സംഭവങ്ങളൊക്കെ പുറത്തുവരുമ്പോൾ ഇവിടെ ചോദ്യമാവുകയാണ്, ആരാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ? എന്താണ് ഡിവൈഎസ്പിയുമായുള്ള ബന്ധം? കേരളത്തെ പിടിച്ചുകുലുക്കിയ ഈ ഗുണ്ട എങ്ങനെയാണ് ഇപ്പോൾ പുതിയ മമ്മൂട്ടി ചിത്രം ടർബോയിൽ എത്തി നിൽക്കുന്നത്? ഇങ്ങനെ നീളുകയാണ് മലയാളികളുടെ ചോദ്യം. തമ്മനം ഫൈസൽ ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് കേരളത്തെ പ്രത്യേകിച്ചും കൊച്ചിയെ തന്നെ കിടുകിടെ വിറപ്പിച്ച ഗുണ്ടകളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കേരളം മുഴുവൻ പ്രധാന നഗരങ്ങളിലെല്ലാം അതിശക്തമായ ഗുണ്ടാ സംഘങ്ങൾ വാഴുന്നു എന്നത് തന്നെയാണ് സത്യം. മുംബൈയിലെ പോലെ കോടികളുടെ കച്ചവടമുള്ള സിനിമാ ലോകത്തെ പോലും നിയന്ത്രിക്കുന്ന മാഫിയ അല്ലെങ്കിൽ വെട്ടും കൊലയും പ്രതികാരം ചോദിക്കലുമൊക്കെയായി സജീവമായി തന്നെ കൊച്ചിയിലും ഗുണ്ടാ സംഘമുണ്ട്. 90കളിലും 2000ന്റെ തുടക്കത്തിലുമൊക്കെ ഓരോ പ്രദേശവും ഓരോ ഗുണ്ടാ സംഘം നിയന്ത്രിച്ചിരുന്ന ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. കുണ്ടന്നൂരിൽ തമ്പിയും, വൈറ്റിലയിൽ വെട്ടിൽ സുരേഷും, തമ്മനത്ത് ഷാജിയും, തേവരയിൽ മക്കിടിക്കുട്ടനും, ഏലൂരിൽ ചൗക്ക സാജുവും അടക്കിവാണിരുന്ന ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഗുണ്ടാ പടകളും ധാരാളമായി തന്നെ ഉണ്ടായിരുന്നു. ഇതിലൊരു ഗുണ്ടാ പടയായിരുന്നു 18 കമ്പനി. അതായത് 19 ഗുണ്ടകൾ ഉണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പൊക്കം കുറഞ്ഞതുകൊണ്ട് തന്നെ 18 കമ്പനി എന്ന ഒരു പേരും വന്നു. ചമ്പക്കര ചന്ത നിയന്ത്രണവും കപ്പം പിരിക്കലും പാർട്ടിക്ക് വേണ്ടിയുള്ള പണം വാങ്ങാതെയുള്ള കണ്ണൂർ മോഡൽ കൊട്ടേഷനുമൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന പണി. ഗുണ്ടാപ്പടയുടെ നേതാവ് സുനിയുടെ കൊലപാതകം കഴിഞ്ഞതോടെ ചമ്പക്കര സതീശൻ ഇവരുടെ ലീഡറായി മാറി. മറ്റൊരു കൊലക്കേസിൽ സതീശൻ കൂടി ജയിലിലാകുന്നതോടെ 18 കൂട്ടത്തിന് ആട്ടം തുടങ്ങി. ഈ കൂട്ടം പൊളിയുകയും ചെയ്തു. തമ്മനം, ഷാജി ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ കൊട്ടേഷൻ വർക്കിനൊപ്പം വലതുപക്ഷ രാഷ്ട്രീയത്തിലെ നേതാക്കൾക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ പ്രവർത്തിക്കും എന്നല്ലാതെ ഒരു നേതാവിന് വേണ്ടിയുള്ള ഓപ്പറേഷനുകളിൽ ഇവർ പങ്കാളികളൊന്നുമായിരുന്നില്ല. കുണ്ടന്നൂരിൽ തമ്പിയുടെ കാലം വരെ ഈ നീക്കുപോക്കൊക്കെ തുടർന്നിരുന്നു. പരസ്പര സഹായം എന്നല്ലാതെ ഗുണ്ടകൾ ഒഴുക്കുന്ന രക്തത്തിന് രാഷ്ട്രീയക്കാർ ഒരു പരിധിവരെ കാരണക്കാരായിരുന്നുമില്ല. ഇക്കാലത്താണ് ഭായ് നസീർ കളത്തിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത്. കുണ്ടന്നൂർ തമ്പിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഭായ് നസീർ സ്വന്തമായി ഒരു ഗ്യാങ് ആരംഭിച്ചു. പിന്നീട് 2004 വരെ ഭായിയുടെ സന്തത സഹചാരിയായിരുന്ന മരട് അനീഷും സ്വന്തമായി ഗ്യാങ്ങിനെ ഇറക്കി. വളരെ പെട്ടെന്ന് തന്നെ മരട് അനീഷും ഭായ് നസീറുമൊക്കെ ശത്രുക്കളായി മാറുകയും ചെയ്തു. 2007 ജനുവരി 10 രാത്രിയിൽ ഭായ് നസീറിന് നേരെ അനീഷും സംഘവും ആക്രമണവും നടത്തി. ബൈക്കിൽ വരികയായിരുന്ന നസീറിനെ വൈറ്റില തൈക്കൂടത്ത് വെച്ച് അനീഷും സംഘവും തടഞ്ഞു നിർത്തുകയായിരുന്നു. തോക്കും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നസീറിന്റെ ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിന്റെ പകരം വീട്ടലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്നു. ഭായിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ചരിത്രവുമുണ്ട്. ഈ ഭായ് നസീറിന്റെ വിശ്വസ്തനായിരുന്ന തമ്മനം ഫൈസലാണ് ഇപ്പോൾ ഗുണ്ടാ തലവൻ തമ്മനം ഫൈസൽ. തമ്മനം സ്വദേശിയ ഫൈസൽ അങ്കമാലിയിലെത്തിയെങ്കിലും പഴയ പേരൊന്നും മാറിയില്ല. ശരിക്കുമുള്ള പേര് ജോർജ് ജോസഫ് എന്നാണ്. വിവാഹത്തോടെയാണ് അങ്കമാലി പുളിയനത്തുള്ള ഭാര്യ വീട്ടിൽ താമസമാക്കിയത്. പിന്നെ വാടക വീട്ടിലേക്ക് മാറി. കൊച്ചിയെ കിടുകിട വിറപ്പിച്ച ഗുണ്ടയാണെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ വിട്ട് നഗരത്തിലെ വീടുകളിൽ നിന്നും കക്കൂസ് മാലിന്യം ശേഖരിച്ച് പലയിടങ്ങളിൽ തട്ടലാണ് ഇപ്പോൾ ഫൈസലിന്റെ ബിസിനസ് തന്നെ. നിരവധി കക്കൂസ് മാലിന്യ ടാങ്കർ ലോറികളൊക്കെ ഫൈസലിനുണ്ട്. വണ്ടികൾ ഓടിക്കലും അകമ്പടി പോകലുമൊക്കെയാണ് സംഘങ്ങളുടെ പ്രധാന തൊഴിൽ. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീറിന്റെ വലങ്കൈ തന്നെയായിരുന്നു തമ്മനം ഫൈസൽ എന്ന് വേണം പറയാൻ. 2016 മുതലാണ് ഫൈസൽ ഗുണ്ടാ പണിയൊക്കെ നിർത്തിയെന്ന് പോലീസ് പറയുന്നത്. എന്നാൽ 2021 ഒരു അടിപിടി കേസ് ഉണ്ടായതോടെ ഫൈസൽ വീണ്ടും പോലീസിന് മുന്നിലെത്തി. ഗുണ്ടാ സംഘത്തിലെ ഒരാളുടെ പിതാവ് മരിച്ചപ്പോൾ വൈരാഗ്യമൊക്കെ മറന്ന് ഇരു സംഘത്തിൽപ്പെട്ടവരും ആദരാഞ്ജലികൾ അർപ്പിക്കാനും എത്തിയിരുന്നു. അവിടെ വെച്ച് മരട് അനീഷിന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾ ഫൈസലുമായി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരസി. അയാളെ അടിച്ച് വാഹനത്തിൽ കയറ്റി മണിക്കൂറോളം അയാളുമായി കറങ്ങി വണ്ടിയിലിട്ട് മർദ്ദിച്ചതിന് പിന്നാലെ ആലുവയിലെ ആശുപത്രിയിലാക്കി സ്ഥലം വിടുകയായിരുന്നു ഈ ഗുണ്ടാത്തലവൻ ഫൈസൽ. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയത്. സംഭവം ചിത്രീകരിച്ച് വീഡിയോ പുറത്തായതോടെ വീണ്ടും ഫൈസൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഭവം നടന്ന് 11 ദിവസത്തിന് പിന്നാലെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തതോടെ വാർത്ത പുറം ലോകത്തേക്ക് എത്തി. എന്നിട്ടും ഫൈസലിനെതിരെ പരാതി നൽകാൻ മർദ്ദനമേറ്റയാൾ തയ്യാറായിരുന്നില്ല. നിർബന്ധിച്ചൊക്കെ പോലീസ് ഒരു കേസെടുപ്പിച്ചു. ഈ കേസിൽ ജാമ്യമെടുത്ത് നടക്കവെയാണ് ഇക്കഴിഞ്ഞയാഴ്ച മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ റിലീസിംഗ് ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ച് വീഡിയോ വൈറലായത്.
അതായത് ഫൈസലും മമ്മൂട്ടി ചിത്രമായ ടർബോയിൽ അഭിനയിച്ചു. മമ്മൂട്ടിയുടെ ചിത്രം റിലീസായ ദിവസം തന്നെ ഫൈസൽ ഇതൊക്കെ വലിയൊരു ആഘോഷമാക്കി തന്നെ നടത്തുകയും ചെയ്തു. ഫൈസലിന്റെ സംഘാംഗമായ മാറമ്പള്ളി സ്വദേശിയും വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഫൈസൽ വീണ്ടും പോലീസിന്റെ ശ്രദ്ധയിൽ വരുന്നത്. കേസില്ലാത്തതിനാൽ പോലീസും ഫൈസലിനെ അത്ര ഒന്ന് ഗൗനിച്ചിരുന്നില്ല എങ്കിലും പോലീസിന്റെ ചെറിയൊരു നിരീക്ഷണമൊക്കെ ഫൈസലിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആഗ് നടക്കുന്ന സമയമായതിനാൽ തമ്മനം ഫൈസലിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു നിർദ്ദേശമെത്തി. അതോടെയാണ് അങ്കമാലി പോലീസ് SI ഫൈസലിനെ തപ്പി വീട്ടിലെത്തുന്നത്. CIയും SIയും ഒക്കെ സ്ഥലം മാറി വന്നവരായതിനാൽ ഫൈസലിനാകട്ടെ ഇവരെ മുൻ പരിചയവും ഇല്ലായിരുന്നു. ആദ്യം ചെന്നപ്പോൾ ഫൈസൽ ഉണ്ടായിരുന്നില്ല. പകൽ മുഴുവൻ സമയം ഫൈസൽ എറണാകുളത്തായിരിക്കും. രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. എന്നാൽ 26-ാം തീയതി അവധി ആയതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നു. വൈകിട്ട് 6:30-യോടെ DYSP സാബുവും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തി. പിന്നാലെ ഇതൊന്നും അറിയാതെ അങ്കമാലി SIയും അവിടെ എത്തി. സംഭവം നടക്കുമ്പോൾ ഫൈസലിന്റെ 3 ജോലിക്കാർ മുറ്റത്തുണ്ടായിരുന്നു. ഇവരിൽ നിന്നാണ് വീഡിയോ പുറത്തു പോയതെന്നാണ് പോലീസ് പറയുന്നത്. പഴയ സംഘങ്ങളിൽ പലരും ഫൈസലിന്റെ തൊഴിലാളികളാണിപ്പോൾ. DYSP സാബു ഏറെക്കാലം അങ്കമാലി സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് ഫൈസലുമായി അടുപ്പം തുടങ്ങിയത്. അതായത് മരട് അനീഷിന്റെ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കാൻ പോലീസ് മുഖ്യമായും ആശ്രയിക്കുന്നത് ഈ ഫൈസലിനെയാണ്. ഇതാണ് പോലീസുമായുള്ള അടുപ്പത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ. SI സംഘവും ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാകട്ടെ DYSPയും സംഘവും അവിടെ ഇരുന്ന് വിരുന്നുണ്ണുന്നു. എന്തായാലും പോലീസിനെ കണ്ടതോടെ DYSP കയറി ഒളിച്ചതാകട്ടെ ഫൈസലിന്റെ ശുചിമുറിയിലും. ഒടുവിൽ കൈയോടെ പിടികൂടി ഇപ്പോൾ സസ്പെൻഷന്റെ വക്കീലും എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും വിരമിക്കലിന് പോകുമ്പോഴുള്ള യാത്രയയപ്പ് ചടങ്ങിനായി ഒരുക്കിയിരുന്ന പന്തലൊക്കെ അഴിച്ചു മാറ്റിയിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ ബഹുമതികളോടെ വിരമിക്കൽ ചടങ്ങ് നടത്തേണ്ടത് ഇപ്പോൾ ആട്ടിയിറക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.